എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പല കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലും പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ ക്ലാസ്സിലൂടെ വളരെ എളുപ്പം തന്നെ മനസ്സിലാകുന്നു എന്നറിയുമ്പം എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഒരു സന്തോഷമാണ്. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത എക്സൽ ക്ലാസിന്റെ ബാക്കിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എളുപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും നമ്മളുടെ ചാനലുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നു, നമ്മളുടെ ക്ലാസ്സിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. നമുക്ക് അപ്പൊ ഇന്നത്തെ നമ്മളുടെ എക്സലിന്റെ ക്ലാസ്സുകളിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് എക്സലിന്റെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു പേജ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നെന്ന് പറഞ്ഞു തുടങ്ങാം. കാരണം പുതുതായിട്ട് നമ്മളുടെ ക്ലാസ് കണ്ടുവരുന്നവർക്കാണെങ്കിലും അത് യൂസ്ഫുൾ ആണ്, പഴയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അത് ഉപകാരപ്രദമാണ്. കാരണം നമ്മൾ എത്രത്തോളം അത് കേൾക്കുന്നോ അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ അത് ഹോൾഡ് ആയിക്കോളും, നമ്മൾ പിന്നെ അത് മറന്നു പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സലിന്റെ ഒരു ഷീറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിന്റെ 3 സ്റ്റെപ്പ് പറഞ്ഞായിരുന്നു. നമുക്ക് 3 തരത്തിൽ അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ പഴയ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ പോയി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പൊ ക്ലാസ് കണ്ടു നോക്കാൻ മറക്കല്ലേ. എക്സലിന്റെ പുതിയ ഒരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻ, ഈ സ്ക്രീനിന്റെ പേരെന്ന് പറഞ്ഞാല് ഡെസ്ക്ടോപ്പ് എന്നാണ്. അതായത് ഓപ്പണിംഗ് സ്ക്രീൻ ഓഫ് വിൻഡോസ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഈ സ്ക്രീനിന്റെ പേരാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡെസ്ക്ടോപ്പില് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലാപ്ടോപ്പിൽ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ പോർഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ റൈറ്റ് ക്ലിക്കിന്റെ ഫംഗ്ഷൻ വരുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക, അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഈ ന്യൂവിനകത്തുള്ള നിരവധി ഓപ്ഷൻസ് ഇങ്ങനെ വലത്തുവശത്ത് പുതിയൊരു ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് നോക്കുക, നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് ആവശ്യമുള്ള കാര്യം ഏതാണെന്ന്. അപ്പൊ നമുക്കിപ്പോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സലിന്റെ ഷീറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർക്കണം, അതിലോട്ട് മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പം ഇങ്ങനെയാണ് എക്സലിന്റെ നമ്മൾ ഒരു ഷീറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിട്ടതാണ്. ഇനിയിപ്പോ ഏതൊരു ഷീറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഇതിലോട്ട് മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണയൊന്ന് ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡില് അടുപ്പിച്ച് 2 തവണയൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് എക്സലിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ ഒരു ഷീറ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് എങ്ങനെയാണ് നമ്മളെ ഒരു എക്സൽ ഷീറ്റിലോട്ട് ഡാറ്റാസ്, നമ്മളുടെ കയ്യിലുള്ള വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന് ടൈറ്റിൽ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ടേബിളിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് ഈ ഹോം എന്ന് പറയുന്ന ടാബിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ആദ്യത്തെ ഗ്രൂപ്പ്, അതായത് ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കാര്യങ്ങളാണ്
പറയാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളതുണ്ട്. ഇപ്പൊ നമുക്ക് MS വേർഡ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് സ്വയമേ തന്നെ ചെയ്യാൻ പറ്റും. കാരണം അതിനകത്തെ കാര്യങ്ങളെല്ലാം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതിനകത്ത് എന്താണ് ഈ ഫോണ്ട് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് എക്സലിലും. അപ്പൊ നമുക്ക് ഏകദേശം എല്ലാം സെയിം ആയിട്ടൊക്കെ വരും. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യും, കുറച്ചുകൂടെ ആഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇപ്പൊ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഈ ഒരു ഫോണ്ടിന്റെ സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റൈൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ എംപ്ലോയി നെയിം അല്ലെങ്കിൽ മഞ്ജു എന്ന് എഴുതിയിരിക്കുന്ന പേര്, ഇത് ഈ ഒരു സ്റ്റൈല് നമുക്ക് മാറ്റിയിട്ട് പലതരത്തിലുള്ള സ്റ്റൈൽ ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ആണ് ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് ഫസ്റ്റ് വൺ. അതായത് ഇവിടെ കാൽബ്രി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ ഒരു ആരോ പോലുണ്ട്, ഒരു ഡൗൺ ആരോ പോലൊരു ഓപ്ഷൻ കാണാം. അപ്പൊ അതേലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഇതിനകത്തുള്ള ഈ ഫോണ്ടിനകത്തുള്ള മറ്റു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഡൗൺ ആരോ, അതായത് ഡ്രോപ്പ് ഡൗൺ ആരോയിലോട്ട്, ഈ ഡൗൺ ആരോയുടെ പേര് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആരോ എന്ന് പറയും. അതിലോട്ട് മൗസ് വെക്കുക, അല്ലെങ്കിൽ ടച്ച് പാഡ് വെച്ചിട്ട് ടച്ച് ചെയ്യുക. മൗസ് ആണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതെല്ലാം പല തരത്തിലുള്ള സ്റ്റൈലുകളാണ്. ഇനിയും ഒരുപാട് താഴോട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് സ്റ്റൈല് വേണമെങ്കിലും ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ നേരിട്ട് ഈ ഒരു ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്തു, പക്ഷെ യാതൊരു വ്യത്യാസവുമില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഏതിനാണോ സ്റ്റൈല് കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്, അതിന് സ്വയമേ അറിയത്തില്ല. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ എംപ്ലോയി നെയിം എന്നുള്ളതിന്റെ ഫോണ്ട് സ്റ്റൈലും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എംപ്ലോയി നെയിം എന്നുള്ളതിനെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ സെലക്ട് ആകും. ഇനി നമുക്ക് ഈ ഒരു ഫോണ്ട് സ്റ്റൈലില് ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ സ്റ്റൈലിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതനുസരിച്ച് ചേഞ്ചസ് അവിടെ വരുന്നത് കാണാം. കണ്ടോ, നമ്മൾ ഓരോന്നിലും വെക്കുമ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഏതാണോ ആവശ്യം സെലക്ട് ചെയ്യേണ്ടത് അതിലോട്ട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ സ്റ്റൈൽ ഇവിടെ വരും. ഇതാണ് നമ്മളിപ്പം അപ്ലൈ ചെയ്ത മറ്റൊരു ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഒരു സിംഗിൾ സെല്ലിന് കൊടുക്കണമെങ്കിൽ അതേ ക്ലിക്ക് ചെയ്യുക, ദെൻ ഇതിൽ നിന്നും ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ സെല്ലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മൊത്തം ടേബിളിലുള്ള എല്ലാത്തിനും ഇതേ സ്റ്റൈല് തന്നെ ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആദ്യത്തെ സെൽ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡില് CTRL, അതായത് കൺട്രോൾ എന്ന് പറയുന്ന കീയും ആൽഫബറ്റ് എയും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യണം. ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് എയും. അപ്പൊ ഈ 2 കീയും മറ്റേ സെയിം ടൈം പ്രസ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആകും. നമ്മൾ ഡയറക്റ്റ് പോയി Ctrl+A ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റ് മൊത്തത്തിൽ സെലക്ട് ആകും. നമ്മുടെ ഈ ടേബിള് മാത്രം നമുക്ക്, അതായത് നമ്മൾ ഈ വാല്യൂ എൻ്റർ ചെയ്തിരിക്കുന്ന ഇത് മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+A. ഈ പ്ലസ് ഉദ്ദേശിക്കുന്നത് ഈ 2 കീയും കൂടെ അറ്റ് എ ടൈം ഒരു സമയത്ത് പ്രസ് ചെയ്യണമെന്നാണ്. കൺട്രോളും എയും കൂടെ ഒരു സമയം പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഓരോന്നും ഇങ്ങനെ മാറ്റി നോക്കാം. ചുമ്മാ നമ്മളിങ്ങനെ മൗസ് ഓരോന്നിന്റെ മുകളിലോട്ട് വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, അപ്പൊ ഇങ്ങനെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ല ഇരിക്കുന്നത്, നമ്മൾ ഇതിന്റെ സ്റ്റൈൽ മാറ്റി മറ്റൊരു സ്റ്റൈലാക്കി. അപ്പം ഒറ്റയടിക്ക് എല്ലാത്തിനും നമുക്ക് സ്റ്റൈൽ മാറ്റാൻ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 11 കിടപ്പുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഫോണ്ട് സൈസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നതിന്റെ വലിപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനും പറ്റും, അതുപോലെ തന്നെ കുറയ്ക്കാനും പറ്റും. അപ്പൊ ഈ ഫോണ്ട് സൈസ് എന്നാണ് ഇതിന്റെ പേര്, ഈ ഒരു ഗ്രൂപ്പിന്റെ പേര്. ഇതിന്റെ പേര് ഫോണ്ട് സ്റ്റൈൽ എന്നാണ്. അപ്പൊ ഈ ഫോണ്ട് സൈസിൽ ഡിഫോൾട്ട് ആയിട്ട് 11 കിടക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ആരോയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ പലതരത്തിലുള്ള സൈസുകൾ കാണാം. 8, 9, 10, 11, 12, 12 കഴിഞ്ഞ് 14, 16, 18, 20, 22, 24 അങ്ങനെയാണ് നമ്പേഴ്സ് പോകുന്നത്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഏതെല്ലാം നമ്പർ നമുക്ക് കൊടുക്കണമെങ്കിൽ, ഇപ്പൊ 20 കഴിഞ്ഞ് 22 21 കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനകത്ത് 21 ഇല്ല. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം ഈ 11 എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ 11 എന്നുള്ളിടത്തോട്ട് മൗസ് വെക്കുക. then മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സെലക്ട് ആകും. പിന്നെ ഡയറക്റ്റ് അങ്ങ് 21 ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് അതിലോട്ട് ഫിക്സ് ആകണമെങ്കിൽ നമ്മൾ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് സൈസ് മാറ്റിയാൽ ഇതിനകത്ത് അപ്ലൈ ആകത്തില്ല. അപ്പൊ ഏതിന്റെയാണോ സൈസ് മാറ്റേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോണ്ട് സൈസിൽ നിന്നും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പമാക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതനുസരിച്ചുള്ള വലിപ്പം, അതായത് നമ്മളിപ്പോ 26 ചൂസ് ചെയ്താൽ അതിന്റെ വലിപ്പം എത്രയായിരിക്കും എന്ന് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ കാണാനായിട്ടും പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിനും കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, കൺട്രോൾ-A, ഇനി ഫോണ്ട് സൈസിൽ നിന്നും ഇഷ്ടമുള്ള വലിപ്പം. കണ്ടോ, അപ്പൊ നമ്മൾ ഓരോ വലിപ്പം കൂടുന്ന അനുസരിച്ച് എല്ലാത്തിനും ആ ടേബിളിലുള്ള മൊത്തം വാല്യൂസിനും അത് അപ്ലൈ ആകുവാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മൊത്തത്തിലുള്ള വലിപ്പം കൂട്ടുന്നത്, അല്ലെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് കൂട്ടുന്നത്. അപ്പൊ ഓരോന്നിനും സെപ്പറേറ്റ് കൂട്ടണമെങ്കിൽ ഓരോന്നും സെലക്ട് ചെയ്യുക, ഇതിൽ നിന്ന് വലിപ്പം കൂട്ടുക. മൊത്തത്തിൽ കൂട്ടാനാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ കുറയ്ക്കാനാണെങ്കിൽ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ+A. അപ്പൊ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആകും. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം ഇതിൽ നിന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഫോണ്ട് സ്റ്റൈല് പഠിച്ചു, ഫോണ്ട് സൈസ് പഠിച്ചു. ഇനി അതിന്റെ തൊട്ടിപ്പുറത്തൊരു വലിയ ഒരു എയും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു എയും ഉണ്ട്. അപ്പൊ വലിയ എ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നാണ്, അതായത് ഫോണ്ടിന്റെ സൈസ് കൂട്ടുക. സ്മോൾ എ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഫോണ്ട് സൈസ്, അതായത് നമ്മൾ ഇവിടെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതേ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് വലിപ്പം കൂടും, ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് വലിപ്പം കുറയും. അപ്പം ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പം ഒരു വലിപ്പം കൂടും, അതായത് ഒരു സൈസ് അനുസരിച്ച് വലിപ്പം കൂടും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വലിപ്പം കൂടും. അങ്ങനെ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും വലിപ്പം ഇങ്ങനെ കൂടി വരും. ആ വലിപ്പം കുറയ്ക്കണമെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ഡിക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളത്. അപ്പൊ ഓരോ തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു വരും. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. ഇതാണെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൂട്ടണം, ക്ലിക്ക് ചെയ്ത് കുറയ്ക്കണം. അപ്പൊ ഇത് രണ്ടും സെയിം ഫംഗ്ഷൻ ആണ്. നമുക്ക് ഏതാണ് എളുപ്പം അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനിയിപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ താഴത്തെ, അതായത് ഈ ഫോണ്ടിന്റെ മുകളത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഈ താഴെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആക്കുക. ഇപ്പൊ എംപ്ലോയി നെയിം എന്നുള്ളത് നമുക്കൊന്ന് ബോൾഡ് ആക്കണം. അപ്പൊ ഒന്ന് നേരിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ബി എന്നുള്ളത് സെലക്ട് ചെയ്താൽ ബോൾഡ് ആകത്തില്ല. കാരണം അത് എന്തിനെയാണ് ബോൾഡ് ആക്കേണ്ടതെന്ന് സിസ്റ്റത്തിന് അറിയത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, എംപ്ലോയി നെയിം എന്നുള്ളതിനെ ബോൾഡ് ആക്കണം. എംപ്ലോയി നെയിം സെലക്ട് ചെയ്തു, ബി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ബോൾഡായി. ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടുക. ആ ബോൾഡ് കളയണമെങ്കിലും സെയിം ഈ ബിയെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും മൈൻഡിൽ വരണം ലെഫ്റ്റ് ക്ലിക്ക് ആണ്. സെലക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ക്ലിക്ക് ആണ്. അപ്പൊ എംപ്ലോയി നെയിം സെലക്ട് ചെയ്തു, ബോൾഡ് ആക്കി. കളയാനും ആ ബി തന്നെ. ഇപ്പൊ ബി എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടുക. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സ്, ചരിച്ചെഴുതുക. ഇപ്പൊ എംപ്ലോയി നെയിം എന്നുള്ളത് ചരിഞ്ഞു വന്നു. ഇനി അത് മാറ്റണമെങ്കിലും ഐ എന്നുള്ളതേ തന്നെ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഡി. ഡിയുടെ അടിയിലൊരു അണ്ടർലൈൻ, അല്ലെങ്കിൽ യുവിന്റെ അടിയിലൊരു അണ്ടർലൈൻ, അതായത് അണ്ടർലൈൻ ആണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അണ്ടർലൈൻ വരും. ഇനി അതിനകത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഡബിൾ അണ്ടർലൈൻ സെലക്ട് ചെയ്താൽ 2 വര അണ്ടർലൈൻ ആയിട്ട് വരും. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ബോൾഡ്, ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സ്, യു എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ, ഡി എന്ന് പറഞ്ഞാൽ ഡബിൾ അണ്ടർ. ഇനിയിപ്പോ നമുക്ക് ഇത് നമ്മൾ അണ്ടർലൈന്റെ തൊട്ടിപ്പുറത്തൊരു ബോക്സ് പോലെ കാണാം. അപ്പൊ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോ അതിന്റെ പേര് അവിടെ കാണിച്ചു, ബോർഡർ എന്നാണ്. അതായത് ഈ ഒരു ടേബിളിന് നമുക്ക് ബോർഡർ കൊടുക്കണമെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണോ നമുക്ക് വേണ്ടത്, ബോട്ടം ബോർഡർ എന്ന് പറഞ്ഞാൽ അടിയിൽ മാത്രം വര വരും, ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളില്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സൈഡില്. അപ്പൊ ഓരോ ഓപ്ഷനും നമ്മൾ സെലക്ട് ചെയ്താൽ അത് എങ്ങനെ ഇരിക്കുമെന്നുള്ള
ഒരു പടം അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനൊരു ബോർഡർ കൊടുത്തു. നേരത്തെ നമുക്ക് ഇതിന് ബോർഡർ ഇല്ലായിരുന്നു. അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ ടേബിൾ നേരത്തെ ചെയ്തു വെച്ചപ്പോൾ ഇതിന് ബോർഡർ ഇല്ല. അപ്പൊ ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഈ ഫോണ്ട് എന്ന് പറയുന്നതിലെ ഇതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പോയി ബോർഡർ കൊടുത്തു, പക്ഷെ നമ്മുടെ ഈ ടേബിളിൽ ആ ഒരു ബോർഡർ അപ്ലൈ ആയിട്ടില്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞില്ല എന്ത് കാര്യത്തിനാണ് ബോർഡർ കൊടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞില്ല. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പൊ ഈ ടേബിളിനാണ് നമുക്ക് ബോർഡർ കൊടുക്കേണ്ടത്. അപ്പൊ ഈ ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ Ctrl+A. ഇപ്പൊ നമ്മുടെ ടേബിൾ മൊത്തത്തില് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ബോർഡർ എന്നുള്ളതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു 4 സൈഡും തിക്കായിട്ടുള്ള ഒരു ബോർഡർ ആണ് ചൂസ് ചെയ്തത്. അപ്പം അതനുസരിച്ച് ഒരു ബോർഡർ വന്നു. ഇനി ബോട്ടം ബോർഡർ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ താഴെ മാത്രമായിരിക്കും ബോർഡർ വരിക. ലെഫ്റ്റ് കൊടുത്താല് ലെഫ്റ്റില്, റൈറ്റ് കൊടുത്താൽ റൈറ്റില്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ ഇതിൽ നിന്നും ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ബോർഡർ കൊടുക്കാൻ പഠിച്ചു. ഇനിയാണ് അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഫിൽ കളർ എന്നാണ്. ഫിൽ കളർ എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു കണ്ടോ, ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തെ ഫിൽ കളറിലെ ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ഒരു സെല്ലാണ് ഫില്ലായിരിക്കുന്നത്. അപ്പൊ ഫിൽ കളർ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിനകത്തുള്ള ഓരോ സെല്ലും ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതായത് സെല്ല് സെലക്ട് ചെയ്യുക, ഈ ഫിൽ കളർ എന്നുള്ളതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിളിന് ഈ ഒരു എംപ്ലോയി നെയിം എന്നുള്ളതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ എംപ്ലോയി നെയിം എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഫിൽ കളറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ചൂസ് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ടേബിളിനെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സെല്ലിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എംപ്ലോയി നെയിം എന്നുള്ളതിന് കളർ വന്നിട്ടില്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന് മാത്രമാണ് വന്നേക്കുന്നത്. ഇനി ടേബിൾ മൊത്തത്തിൽ കൊടുക്കണമെങ്കിലും പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, ഫിൽ കളറിൽ നിന്നും ഇഷ്ടമുള്ള കളർ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ആ ടേബിളിന് മൊത്തത്തില് കളർ മാറും. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിളിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഇങ്ങനെ ഓരോ സെല്ലും സെലക്ട് ചെയ്തിട്ട് ഫിൽ കളർ കൊടുത്താൽ ആ ഒരു സെല്ല് മാത്രമായിരിക്കും കളർ മാറുന്നത്. മൊത്തത്തിൽ മാറ്റണമെങ്കിൽ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, ദെൻ Ctrl+A. ഇനി ഫിൽ കളറിൽ നിന്നും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് കളർ മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അടുത്തത് നോക്കാം. തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് ഫോണ്ട് കളർ. അപ്പൊ ഫോണ്ട് കളർ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിന്, അതായത് ടൈപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ എംപ്ലോയി നെയിം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കളർ കൊടുക്കാനാണ് ഫോണ്ട് കളർ. അപ്പൊ നമ്മൾ ഈ എംപ്ലോയി നെയിം എന്നുള്ള സെല്ല് ഒന്ന് സെലക്ട് ചെയ്തു, ഫോണ്ട് കളറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തു. അപ്പൊ ആ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ കളറ് മാറി. ഇനി ഒറ്റയടിക്ക് മൊത്തത്തിൽ മാറ്റണമെങ്കിൽ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, ദെൻ Ctrl+A. ടേബിൾ മൊത്തത്തിൽ സെലക്ട് ആയി. ഇനി ഫോണ്ട് കളറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ. അപ്പൊ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ ടേബിളിലുള്ള എല്ലാ കാര്യത്തിനും കളർ കൊടുക്കാനായിട്ട് പറ്റും. ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അതായത് എക്സലിലെ നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കുറെ വാല്യൂസ് എൻ്റർ ചെയ്താൽ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് അട്രാക്റ്റീവ് ആക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു. അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനാണോ സ്റ്റൈൽ കൊടുക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക, ഫോണ്ട് സ്റ്റൈലിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഇങ്ങനെ ചൂസ് ചെയ്യാം. അപ്പൊ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതുന്നതിന്റെ ഒരു സ്റ്റൈല്. അപ്പൊ ഒരുപാട് സ്റ്റൈൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ചൂസ് ചെയ്യാം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, ആർക്കാണോ സ്റ്റൈൽ കൊടുക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക, ഫോണ്ട് സ്റ്റൈലിൽ നിന്നും ഇഷ്ടമുള്ള ഫോണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം സൈസ് ആണ്. അപ്പൊ എംപ്ലോയി നെയിം എന്നുള്ളതിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിനാണ് ഈ ഒരു ഫോണ്ട് നെയിം എന്ന് പറയുന്നത്, ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതിനാണോ സൈസ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക,
അതിനുശേഷം ഈ ഫോണ്ട് സൈസിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം ഇങ്ങനെ ചൂസ് ചെയ്യാം. ഈ സെയിം കാര്യം തന്നെയാണ് ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഓരോ ക്ലിക്കിനും വലിപ്പം കൂടി വരും. അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. ഇനി കുറയ്ക്കാനാണെങ്കിൽ ഒരു ഡിക്രീസ് ഫോണ്ട് സൈസ്, ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് കുറയും, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറയും. അങ്ങനെ ഓരോ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും വലിപ്പം കുറയുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് നമ്മൾ കുറച്ച് സമയം ക്ലിക്ക് ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ കാര്യം സെയിം ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ ബോൾഡ്, കട്ടി കൂട്ടുക. ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സ്, യു എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ, ഡി എന്ന് പറഞ്ഞാൽ ഡബിൾ അണ്ടർലൈൻ, അതായത് 2 വരയില് അണ്ടർലൈൻ ചെയ്തു വരും. അപ്പൊ എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യണം, അതിനുശേഷം ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, ഡബിൾ അണ്ടർലൈന്. അപ്പൊ ഇതെല്ലാം കളയണമെങ്കിലും സെയിം ആണ്. ബോൾഡ് കളയണമെങ്കിൽ ബി എ ക്ലിക്ക് ചെയ്യുക, ഐ കളയണമെങ്കിൽ ഇറ്റാലിക്സ്, അണ്ടർലൈൻ കളയണമെങ്കിൽ ഡി. അപ്പൊ കൊടുക്കാനും കളയാനും സെയിം പ്രൊസീജിയർ ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ടേബിളിന് ബോർഡർ കൊടുക്കാനായിട്ട് ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം Ctrl+A, ടേബിൾ മൊത്തം സെലക്ട് ആയി. ഇനി ഈ ഒരു ബോർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ബോർഡർ ഇങ്ങനെ കാണാം. ഇനി പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാനാണ്. ഇപ്പൊ ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ആണ്. അപ്പൊ അത് മാറ്റി മറ്റൊരു കളർ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഫോണ്ടിന്റെ ഫിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇനി അതിന്റെ തൊട്ടപ്പുറത്തെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കളർ കൊടുക്കാനാണ്. അതായത് ഈ പേരുകളൊക്കെ അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് ഒക്കെ ചെയ്തേക്കുന്നതിന് കളർ കൊടുക്കാൻ. അപ്പൊ സെലക്ട് ചെയ്യുക, ദെൻ ഫോണ്ട് കളറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ. അപ്പൊ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരിക്കണം. ആ ഒറ്റ കാര്യമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ കളർ അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഒന്നും അപ്ലൈ ആകത്തില്ല. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, എളുപ്പമായോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എളുപ്പം ചെയ്യാൻ പറ്റും, അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പം ഇനി ഇൻ കേസ് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് 2-3 തവണ ഒന്ന് ക്ലാസ് കണ്ടു നോക്കുക, അപ്പോഴേക്കും ഓക്കെ ആവും. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നാളെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ ബൈ.